ഹായ് ഗൈസ്, യാത്രകളെ ഏറെ ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സീനിസ് വ്ലോഗിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ വൈബ് ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കിടിലൻ സ്പോട്ടാണ്. നമ്മളങ്ങനെ റിസോർട്ടിന്റെ മുൻവശത്തായിട്ട് തന്നെ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കായിട്ടുള്ള നല്ല രീതിയിലുള്ള പാർക്ക് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള റിസോർട്ടും ഇതിനകത്ത് അവൈലബിൾ ആണ്. നമ്മളങ്ങനെ ഉള്ളിലോട്ട് കയറാൻ പോവുകയാണ്. നമ്മൾ നേരത്തെ ഫസ്റ്റ് കണ്ട ഗേറ്റിന്റെ അവിടെയാണ് ശരിക്കുള്ള എൻട്രൻസ് വരുന്നത്. അതിന്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള നല്ല സൗകര്യവും ഇവരിവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വൈബ് ലാൻഡ് റിസോർട്ടിലെ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനെ കൂടിയായിട്ടുള്ള ജസീൽ ബ്രോയോട് നമുക്ക് ചോദിക്കാം. ഹായ്, ഞാൻ ജസീൽ. വൈബ് ലാൻഡ് റിസോർട്ട് ആൻഡ് പാർക്കിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ റിസോർട്ടിലുള്ള ഫെസിലിറ്റീസ് 4 റൂമുകളുണ്ട്. ഫാമിലീസിനും കപ്പിൾസിനൊക്കെ ഇവിടെ വരാൻ പറ്റും. നല്ല സേഫായിട്ട് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ താഴെ പാർക്ക് അതുപോലത്തെ കാര്യങ്ങളും താഴെ ഉണ്ട്. പ്രൈവറ്റ് പൂൾ ആണെങ്കിൽ അതും യൂസ് ചെയ്യാൻ പറ്റും. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം പൂക്കോട്ടൂര് മൈലാടി മിനിയൂട്ടി റോഡിലാണ്. ഇവിടുത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇനി നമുക്ക് ഇവിടുത്തെ റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മളിങ്ങനെ ലോക്കൊക്കെ തുറന്ന് അടിപൊളി റൂമാണ്. ഉള്ളിലോട്ട് കയറിയപ്പോൾ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് റൂമൊക്കെ കിടക്കുന്നത്. നന്നായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകളൊക്കെ വന്ന് സ്റ്റേ ചെയ്തിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ നമുക്ക് കയറിയപ്പോൾ തന്നെ നല്ലൊരു പുതുമയാണ് ഫീൽ ചെയ്തത്. ഒന്നും പറയാനില്ല, നല്ല അടിപൊളി റൂം തന്നെയാണ്. ഓരോ ഭാഗവും നല്ല വൃത്തിയിൽ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, അത്യാവശ്യം നല്ല ടേബിളും അതുപോലെ തന്നെ കിടക്ക് ബെഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ കിങ് സൈസ് ബെഡാണ്. അതുപോലെ തന്നെ വാളിൽ നല്ല പെയിൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ്. അതുപോലെ വലിയ ചെയറും നമുക്ക് അത്യാവശ്യം ഇരുന്ന് സംസാരിക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാനുള്ള ഡ്രോയർ കാര്യങ്ങൾ, ഷെൽഫ് എല്ലാം നല്ല വൃത്തിയിൽ തന്നെ നമുക്കിവിടെ അവൈലബിൾ ആണ്. മച്ചാന്മാരെ, ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മളുടെ ചാനലിലെ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കർട്ടനൊക്കെ മാറ്റി നോക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഫീലാണ്. പുറത്തെ കാഴ്ചകളൊക്കെ ഒരു പ്രത്യേക ഭംഗിയിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ അത്ര വലിയ വ്യൂ പോയിന്റ് കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ നമ്മളിങ്ങനെ ഗ്ലാസ്സിലൂടെ നോക്കുമ്പോൾ പുറത്തായ ഒരു ഫ്രെയിമും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് നമ്മളൊരു ബിഗ് സ്ക്രീനിൽ കാഴ്ച കാണുന്ന ഈ ഒരു ഫീലാണ് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാനായിട്ട് സാധിച്ചത്. മറ്റൊരു ഭാഗത്തായിട്ട് വലിയ TV ഉണ്ട്. അതുപോലെ തന്നെ വലിയ മിററും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് വലിയ ഷെൽഫും ഉണ്ട്. ഇവിടുത്തെ ചെക്കിംഗ് ടൈം വരുന്നത് ഉച്ചയ്ക്ക് 2 മണിക്കാണ്. അതുപോലെ തന്നെ ചെക്കൗട്ട് ടൈം വരുന്നത് അടുത്ത ദിവസം രാവിലെ 11 മണിക്കാണ്. ഈ ഒരു സൈഡിലായിട്ടാണ് ടോയ്ലറ്റ് ഉള്ളത്. ടോയ്ലറ്റും അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെയാണ് കീപ്പ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ടോയ്ലറ്റിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് ഒരു സൈഡ് ഫുള്ള് ഗ്ലാസ് ആണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ TV ഒക്കെ കാണാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, പുറത്തുള്ള ഒരു വ്യൂ ഒക്കെ അടിപൊളിയായിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കും. നല്ല പ്രീമിയം ലെവലിൽ തന്നെയാണ് റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമ്മളിവിടെ ഫാമിലി ആയിട്ടാണ് സ്റ്റേ ചെയ്യാൻ വന്നിട്ടുള്ളത്. 5 പേരുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ 2 റൂമാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ കാഴ്ചകൾ കണ്ടത് നമ്മൾ വലിയ റൂമിലെയാണ്. ഇനി ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ചെറിയ റൂമിലെ കാഴ്ചകളാണ്. അതിനെക്കാട്ടും ചെറിയൊരു റൂം, അത്ര വ്യത്യാസമുള്ളൂ. അങ്ങനെ നമ്മൾ ഈ റൂമിൻ്റെ ലോക്കൊക്കെ തുറന്ന് ഉള്ളിലോട്ട് കയറി. ഏകദേശം മറ്റേ റൂം പോലെ തന്നെ കാണാനൊക്കെ ഏകദേശം അതേ രൂപത്തിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ബെഡൊക്കെ അതിനെക്കാട്ടും കുറച്ചുകൂടി ചെറിയ ബെഡാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഷെൽഫ് കാര്യങ്ങളൊക്കെ അത്ര അധികം ഇല്ല, കുറച്ചുകൂടി കുറവാണ്. ഇവിടെ നമുക്ക് നമസ്കരിക്കാനുള്ള മുസല്ല കാര്യങ്ങളൊക്കെ ഇവരോട് ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം കണ്ട റൂം പോലെ തന്നെ ഇവിടെയും ഒരു ടേബിളും ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വിൻഡോയുടെ ആ ഒരു കർട്ടൻ മാറ്റിയിട്ടുണ്ടെങ്കിൽ സെയിം കാഴ്ച തന്നെയാണ് കാണുന്നത്. വലിയൊരു ബിഗ് സ്ക്രീനിൽ നമ്മൾ കാണുന്ന അതേപോലത്തെ ഒരു ഫീൽ നമുക്ക് കിട്ടും ഇതിൻ്റെ ഉള്ളിലൂടെ കാഴ്ചകൾ കാണുമ്പോൾ. നല്ല രസമാണ്. അതുപോലെ തന്നെ ടോയ്ലറ്റ് വരുന്നുണ്ട്. ടോയ്ലറ്റ് ആദ്യം കണ്ട റൂമിനെക്കാട്ടി കുറച്ചും കൂടി ചെറിയ ടോയ്ലറ്റ് ആണ്. നമ്മൾ കയറിയ 2 റൂമിലും കെറ്റിലും അതുപോലെ ടീ പൗഡർ, മിൽക്ക് പൗഡർ, എല്ലാ സാധനങ്ങളും ഷുഗർ ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹായ് ഗൈസ്, ഇപ്പോൾ നമ്മൾ മലപ്പുറം ജില്ലയിലെ വൈബ് ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പോട്ടിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നമ്മളിവിടെ എത്തിയിട്ടുള്ളൂ, ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ തന്നെ നമ്മൾ ഈവനിങ് ടൈമിലാണ് വന്നത്. ചായ ഉണ്ട്, ചായ ഒരു ചെറിയ സ്നാക്സും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി ചായയാണ്. പിന്നെ ഇതിൻ്റെ പുറകിൽ കണ്ട സ്വിമ്മിംഗ് പൂളാണ്. ഒരുപാട് ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ടാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ്. നമുക്ക് വഴിയെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. വൈകുന്നേരത്തെ ചായ നമുക്ക് ഇവരിവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ.
ചായയും അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ചിപ്സ് അതൊക്കെ കഴിച്ചിട്ട് നമ്മളങ്ങനെ നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി. ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ അടിപൊളിയാണ് കേട്ടോ. 3 സെക്ഷനായിട്ടാണ്, കുട്ടികൾക്കും അതുപോലെ തന്നെ കുറച്ച് വലിയ കുട്ടികൾക്കും അതിനുശേഷം മുതിർന്ന ആളുകൾക്കൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സ്വിമ്മിംഗ് പൂളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല കുട്ടികൾക്ക് അവിടെ കളിക്കാനുള്ള ചെറിയ രീതിയിലുള്ള ഒരു റൈഡ് കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിക്ക് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യം തന്നെ ഇറങ്ങിയ സ്വിമ്മിംഗ് പൂള് കോമൺ ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂളാണ്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് പ്രൈവറ്റ് പൂളാണ്. ഫാമിലിയൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയ നല്ലൊരു പ്രൈവറ്റ് പൂളിലേക്കാണ് ഇനി നമ്മൾ കയറാൻ പോകുന്നത്. നമ്മളങ്ങനെ ഇതിൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ തന്നെ കാണുന്ന കാഴ്ച ഇതാണ്. നല്ല രീതിയിൽ തന്നെ ഈ ഒരു സ്വിമ്മിംഗ് പൂളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പ്രൈവസി ഉള്ള ഒരു ഏരിയ തന്നെയാണ്. നമുക്കങ്ങനെ നമ്മൾ കയറിയിട്ടുണ്ടെങ്കിൽ വേറെ ആളുകളൊന്നും ഇങ്ങോട്ടേക്ക് വരില്ല. നമ്മൾ ആദ്യം പോയ സ്വിമ്മിംഗ് പൂൾ ആണെങ്കിൽ അത് കോമൺ ആണ്, അവിടെ ഒരുപാട് ആളുകളൊക്കെ എപ്പോഴും ഉണ്ടാവും. നമ്മൾ ഇറങ്ങിയ സമയത്ത് ആരും ഉണ്ടായിട്ടില്ല എന്നുള്ളൂ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കയറിയ ആളുകളല്ലാതെ പുറത്തുനിന്ന് വേറൊരാളും നമുക്ക് വരില്ല. ഏകദേശം 1 മണിക്കൂറാണ് ഇവിടെ ഒരു ഫാമിലിക്ക് അനുവദിച്ചിട്ടുള്ള ടൈം. നമ്മളങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്കാണ് ഇവിടെ ഏറെ ഇഷ്ടപ്പെടുക, കാരണം അവർക്ക് നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു അടിപൊളി സ്പോട്ട് തന്നെയാണിത്. സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ ബോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ബോളൊക്കെ എടുത്തിട്ട് നമ്മളങ്ങനെ കളിച്ചു. ഏകദേശം 1 മണിക്കൂർ ചിലവഴിച്ചതിന് ശേഷം നമ്മളങ്ങനെ പുറത്തിറങ്ങിയപ്പോഴേക്കും നമ്മൾ ഡിന്നർ എത്തിയിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ടേക്ക് വരുന്ന ആളുകൾ, നിങ്ങൾ പ്രത്യേകിച്ച് രാത്രിക്കാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ രാത്രി കഴിക്കാനുള്ള ഫുഡ് നമ്മൾ മുമ്പേ തന്നെ മേടിച്ച് കൊണ്ടുവരേണ്ടതാണ്. കാരണം ഇവർ ഇവിടുന്ന് ഡിന്നർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമുക്ക് ആ കാര്യം അറിയാത്ത കാരണം കൊണ്ട് തന്നെ നമ്മൾ ഇവിടുത്തെ റിസപ്ഷനിൽ പറഞ്ഞപ്പോൾ അവിടെ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ നമുക്ക് ഫുഡ് മേടിച്ചു കൊണ്ട് തരാമെന്ന് പറഞ്ഞു. ഇവരൊക്കെ നല്ല സപ്പോർട്ടാണ്, നല്ല എല്ലാ കാര്യങ്ങൾക്കും നല്ല സപ്പോർട്ടാണ്. നമുക്ക് വീഡിയോ പിടിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ രാത്രി നല്ല സുഖമായിട്ട് തന്നെ ഉറങ്ങി. അതിനുശേഷം രാവിലെ എണീറ്റു. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊന്നും ഇന്നലെ രാത്രി കണ്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വൈകുന്നേരമാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ രാത്രി ഇവിടുത്തെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ഇവിടെ ആരും ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിക്ക് വീഡിയോ പിടിക്കാനും സാധിച്ചിട്ടുണ്ട്. നല്ല വൃത്തിയിൽ തന്നെ ഓരോ ഭാഗങ്ങളും ഒരുപാട് കസേരകൾ, ചെയറുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നിസ്കരിക്കാനുള്ള ഒരു മുറിയും കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് പ്രൈവറ്റ് പൂള്. നമ്മൾ ഇന്നലെ രാത്രി ഇറങ്ങിയ ഈ ഒരു സ്വിമ്മിംഗ് പൂൾ ഇതിനകത്താണ് വരുന്നത്. 1 മണിക്കൂറാണ് ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവിടെ നിന്ന് ഇറങ്ങുന്ന അടുത്ത ടീം കയറും. പിന്നെ കുട്ടികൾക്കായിട്ട് ധാരാളം റൈഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ കുട്ടികൾക്കും മുതിർന്ന കുട്ടികൾക്കൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് റൈഡ്സ് കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് നമുക്ക് ശരിക്കും കാണാനായിട്ട് സാധിച്ചത്. രാത്രി നമുക്കൊന്നും അങ്ങനെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ആയതുകൊണ്ട് തന്നെ ആളുകളൊന്നും ഇങ്ങോട്ടേക്ക് എത്തി തുടങ്ങിയിട്ടില്ല. ഇവിടുത്തെ ജീവനക്കാർ ഇവിടെ വൃത്തിയാക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, ഏകദേശം ഒരു 4 മണിക്ക് ശേഷമായിരിക്കും ഇങ്ങോട്ടേക്ക് ആളുകൾ എത്തിച്ചേരുക. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ആ നേരത്തായിരിക്കും കളിക്കാനുള്ള താല്പര്യം കൂടുതലുണ്ടാവുക. അത് മാത്രമല്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്വിമ്മിംഗ് പൂളൊക്കെ യൂസ് ചെയ്യാം. പുറത്തുനിന്ന് ആളുകൾക്ക് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളൊക്കെ യൂസ് ചെയ്യാനുള്ള സൗകര്യം ഇവരിവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ചെറിയ തുക മാത്രമേ വരുന്നുള്ളൂ. ഒരാൾക്ക് 100 രൂപയാണ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള എൻട്രി ടിക്കറ്റിന് 40 രൂപയാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒരു ചെറിയ റെസ്റ്റോറൻറ്റും അതുപോലെ ബേക്കറി, ഐസ്ക്രീം ഷോപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ചെറിയ രീതിയിലൊരു ഫുഡ് കോർട്ടും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം. പിന്നെ അതുപോലെ തന്നെ സോഫി ഫുട്ബോൾ ഇവിടെ വരുന്നുണ്ട്. അതാണ് ഇനി നമ്മളുടെ അടുത്ത പരിപാടി. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇനി ഇങ്ങോട്ടേക്ക് ഇവിടെ എൻജോയ് ചെയ്യാനായിട്ട് വരുന്നത്. ഓരോ ഭാഗത്തും നല്ല അടിപൊളി വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കുട്ടികളെ ആകർഷിക്കും വിധം ഓരോ ഭാഗങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് കുറച്ച് മീനുകളൊക്കെ ഉണ്ട്, വലിയ മീനുകളൊക്കെ ഉണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. രാവിലെ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ചെറിയൊരു സ്റ്റേജ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ കോമൺ സ്വിമ്മിംഗ് പൂള്. നമ്മൾ രാത്രി വന്നതിന് ശേഷം ഇവിടെയാണ് ആദ്യം തന്നെ ഇറങ്ങിയത്. ഇവിടെ ഇപ്പോൾ ക്ലീനിങ്ങിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളമൊക്കെ ക്ലീൻ ചെയ്യുകയാണ്. അതുമാത്രമല്ല, ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ആരും എത്തിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും നല്ല രീതിയിൽ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ടോയ്ലറ്റ് അതുപോലെ തന്നെ ബാത്റൂം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വീഡിയോ ഒക്കെ പിടിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇവരോട് നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പം അതുപോലെ തന്നെ വെള്ളപ്പവും മുട്ടക്കറിയൊക്കെയാണ് എത്തിയിട്ടുള്ളത്. നല്ല ഫുഡ് തന്നെയാണ്. നമ്മളങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന പരിപാടിയിലാണ് ഉള്ളത്. നമ്മളങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് വേണം നമുക്ക് അടുത്ത സോഫി ഫുട്ബോൾ കളിക്കാനായിട്ട് പോകാൻ. അപ്പോൾ അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം അങ്ങോട്ടേക്ക് പോകുന്നതായിരിക്കും. നമുക്ക് കളിക്കാനുള്ള ഈ ഒരു സെറ്റപ്പ് റെഡി ആയിട്ടുണ്ട്.
ക്യാപ്പൊക്കെ വെച്ച് ഓരോരുത്തർ ക്യാപ്പൊക്കെ വെച്ച് നല്ല സേഫായിട്ട് തന്നെ നമ്മൾ ഇറങ്ങാൻ പോവാണ്. ആദ്യമായിട്ടാണ് ഈ ഒരു സോഫി ഫുട്ബോൾ കളിക്കാനായിട്ട് പോകുന്നത്. നമ്മളങ്ങനെ വീഡിയോയിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മളിതുവരെ ഡയറക്റ്റ് എൻജോയ് ചെയ്തിട്ടില്ല. സംഭവം എന്തായാലും കൊള്ളാട്ടോ, നല്ല അടിപൊളിയാണ്. വഴിക്ക് വീണ് കഴിഞ്ഞാലും അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അടിയിൽ നല്ല സ്പോഞ്ചാണ്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുട്ടികളൊക്കെ അടിപൊളിയാണ്. കുഞ്ഞുങ്ങൾക്കാണ് ഏറ്റവും അടിപൊളി കേട്ടോ, കാരണം ഇവിടെ കുഞ്ഞുങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും നല്ല രീതിക്ക് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റും. സുഹൃത്തുക്കളെ, അപ്പോൾ ഇത്രയാണ് വൈബ്ലാൻഡിലെ കാഴ്ചകൾ വരുന്നത്. നമുക്കുണ്ടായ എക്സ്പീരിയൻസ് ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഒരു നെഗറ്റീവായിട്ടോ മോശമായിട്ടോ പറയേണ്ട ഒരു കാര്യങ്ങളും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ സ്റ്റാഫ് ആണെങ്കിലും നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നല്ല എക്സ്പീരിയൻസും നല്ല ഓർമ്മകളൊക്കെ തന്നെയാണ് ഇവിടെ നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഫാമിലിയായിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു റിസോർട്ടോ അല്ലെങ്കിൽ സ്റ്റേ ചെയ്യാനോ സ്വിമ്മിംഗ് പൂളൊക്കെ നോക്കി നടക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് വൈബ്ലാൻഡ് പാർക്ക് ആൻഡ് റിസോർട്ട്. ഇവിടുത്തെ റൂമിൻ്റെ റേറ്റ് വരുന്നത് വലിയ റൂമിന് നമുക്ക് വന്ന റേറ്റ് 3500 രൂപയാണ്. അതുപോലെ തന്നെ ചെറിയ റൂമിനാണെങ്കിൽ 2500 രൂപയാണ് നമുക്ക് റേറ്റ് വന്നിട്ടുള്ളത്. വെക്കേഷനൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് വൈബ്ലാൻഡ്. അപ്പം ചമരെ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു വീഡിയോ വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ നമ്മളുടെ കമൻറ്റ് ബോക്സിലൂടെ വന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.